പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടി കവലയിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനമാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് ഉണ്ടോ, ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ താക്കോല് പഞ്ചായത്തിൻ്റെ അല്ല, ഈ താക്കോല് വേറെ ഒരാളുടെ കയ്യിലാണ്. അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. നിങ്ങളൊന്ന് കാണുക. ഇത് പയ്യപ്പാടി കവല പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡ്. പയ്യപ്പാടി കവല എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ഇതിലെ ഒരു കുത്ത് കയറ്റാൻ കയറി മോളിൽ ചെല്ലുന്നത് ഇവിടെ ഒരുപാട് സഭകളുടെ എല്ലാം ശ്മശാനങ്ങൾ ഇവിടെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് സഭകളുടെ ശ്മശാനങ്ങളുണ്ട്. ഇതൊരു സഭയുടെ ശ്മശാനമാണ്. ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങോട്ട് കയറുന്ന സ്റ്റെപ്പൊക്കെയാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്വല്പം കൂടെ മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോഴത്തേനാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 51 സെൻറ്റ് സ്ഥലം. ഈ വലത് സൈഡിൽ മതിൽ കെട്ടി പൂർണ്ണമായും തിരിച്ച സ്ഥലമാണ്. ഇതിനുള്ളിൽ 3-4 സഭകളുടെ ശ്മശാനമുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്മശാനം. ഈ മതിൽക്കെട്ടിനുള്ളിലാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിപ്പം കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ കാട് പിടിച്ച് നശിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ശവടക്കൊന്നും നടക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ അവകാശം ഉന്നയിച്ച് KPMS എന്ന് പറഞ്ഞ സംഘടന ഇത് ശ്മശാനം അവരുടെയാണെന്നുള്ള അവകാശപ്പെട്ടുകൊണ്ട് ഇതിപ്പോൾ ഒരു കേസ് നിലനിൽക്കുകയാണ്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇത് പൂട്ടി താക്കോൽ അവരുടെ കൈവശമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാം വലിയ മരങ്ങളാണ്. ഇതൊക്കെ കാറ്റത്ത് കടപുഴകി വീണ സമീപത്ത് 1-2 വീടുകാരൊക്കെ ഉണ്ട്. അവരുടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ വീഴും. ഈ കാട് ഇതുപോലെ കിടക്കുന്നതിന് അവർ പഞ്ചായത്തിൽ വാർഡ് മെമ്പർക്ക് പരാതി കൊടുത്തതാണ്. അതനുസരിച്ച് പഞ്ചായത്ത് ഇത് തെളിക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയതാണ്. എന്നാൽ ഈ കേസൊക്കെ കിടക്കുന്നതുകൊണ്ട് പഞ്ചായത്തിനും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന് ഈ ഭരണസമിതിക്ക് തൊട്ട് മുമ്പിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നിബു ജോണുമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് കലക്ടറെ പൂർണ്ണ ചുമതല പഞ്ചായത്തിന് നൽകിയത് കൊണ്ടാണ് ഈ ചുറ്റുമതിലൊക്കെ കെട്ടി ഇതിൻ്റെ അധികാരം പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനം എന്നുള്ളൊരു ബോർഡും ഇവിടെ സ്ഥാപിച്ചതാണ്. ആ സമയത്തൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് പിന്നീട് ഇതിനോട് ആർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ആർക്കും ഉത്തരവാദിത്തമില്ലാതായാണ് ഉണ്ടായത്. ഈ 51 സെൻറ്റ് സ്ഥലം വെറുതെ കാട് പിടിച്ച് നശിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വലിയ കാര്യമായിട്ടുള്ള കുഴിയൊന്നും എടുക്കാതെ ചെറിയ രീതിയിലൊരു അടക്കൊക്കെ നടത്തി. അത് കാരണം നാട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം നല്ല രീതിയിൽ കുഴിയെടുക്കാതെയൊക്കെയാണ് ഇത് സംസ്കാരമൊക്കെ നടത്തിയത്. അപ്പോൾ അത് കാരണം ദുർഗന്ധമൊക്കെ വന്നുകൊണ്ട് നാട്ടുകാർ ഒരു പ്രാവശ്യം തടയുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പിന്നീട് ഇവിടെ ഒന്നും ശവടക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഏറെക്കുറെ 10 വർഷമെങ്കിലുമായിട്ടുണ്ട് ഈ പരിസരം ഇതുപോലെ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം അറിയുന്നത് ഈ വാർഡിലെ മുൻ മെമ്പറും അതുപോലെ ബ്ലോക്ക് മെമ്പറുമായ ശ്രീ സാബു പുതുപ്പറമ്പനാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹമാണ് ഒരുപാട് തിരക്കിലാണ്. കോട്ടയം ജില്ലാശുപത്രി അടക്കം നിരവധി സ്ഥലങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നമ്മുടെ ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ശ്മശാനം ഇത് എത്ര സെന്റ്? ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ പയ്യപ്പാടി 5-ാം വാർഡിലുള്ള പൊതുശ്മശാനം 51 സെന്റാണ് നിയമപരമായി ഉള്ളത്. വർഷങ്ങളായി ആ പൊതുശ്മശാനത്തിൽ പൊതുജനങ്ങളുടെ ശവം മറവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഏതാണ്ട് 10 വർഷക്കാലമായി പട്ടച്ചേരി തമ്പി എന്ന് പറയുന്ന വ്യക്തി ഈ ശ്മശാനം കേരള പുലയർ മഹാജനസഭയുടെ അധീനതയിലുള്ളതാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട കലക്ടർക്ക് പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് നിരന്തരം കലക്ടറേറ്റിൽ കയറി ഇറങ്ങി ആ കലക്ടറുടെ ഒരു ഉത്തരവ് വാങ്ങിച്ച് പഞ്ചായത്തിൽ നൽകിക്കൊണ്ട് പഞ്ചായത്ത് പൊതുശ്മശാനം ബലമായി പൂട്ടി താക്കോൽ അദ്ദേഹത്തിന്റെ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിൽ കാര്യമായ ഒരു നീക്കവും നീങ്ങാത്തതിന്റെ ഫലമായിട്ടാണ് നിലവിൽ ആ പൊതുശ്മശാനത്തെ 10 വർഷക്കാലമായി പൊതുജനങ്ങളുടെ ശവം മറവ് ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നിലവിലെ ആ ശ്മശാനം കാട് പിടിച്ച് ആ ശ്മശാനത്തിന്റെ ഉള്ളിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ മേലാത്ത ഒരവസ്ഥയിലായിരിക്കുക.
വിലപിടിച്ച ആഞ്ഞിലി മരങ്ങളും മാവ്, കപ്പിലുമാവ്, പട്ട തുടങ്ങിയ വലിയ മരങ്ങൾ, ഏതാണ്ട് 100-130 ഇഞ്ച് വണ്ണങ്ങളുള്ള മരങ്ങൾ അതിനകത്തുണ്ട്. ഈ മരങ്ങളും ആ ശ്മശാനം പലർക്കായി വീതം വെച്ച് ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടി നൽകിയാൽ അതിലൂടെ ലഭിക്കുന്ന ലാഭവും ആണ് ഈ തമ്പിയുടെ ഈ നിരന്തരമായ ഈ ഭീഷണിയും ആ ഭീഷണിയിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ പഞ്ചായത്ത് ശ്മശാനം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പൊതുജനങ്ങളെ മറവ് ചെയ്തപ്പോൾ അതൊരു പൊതുശ്മശാനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. വില്ലേജ് റെക്കോർഡ്സിൽ PWD പുറമ്പോക്ക് സ്ഥലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥലവും ഈ ശ്മശാനവും യാതൊരു കാരണവശാലും കേരള പുലയർ മഹാജനസഭയുടെ അധീനതയിൽ വരികയില്ല എന്ന് മാത്രമല്ല, റിക്കാർഡിക്കലി KPMSന് ഇത് അവരുടെ കൈവശത്തിലിരിക്കുന്ന ഒരു ശ്മശാനമാണെന്ന് തെളിയിക്കുന്നതിന് ആധികാരികമായ ഒരു രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ശ്മശാനത്തിന് തൊട്ട് സമീപം തന്നെ ചില വ്യക്തികൾ ഏതാണ്ട് 10-60 വർഷക്കാലമായി താമസിച്ചു വരുന്ന ഒരു 11 സെന്റ് പൊതു സ്ഥലമുണ്ട്. അതും പുറമ്പോക്ക് സ്ഥലമെന്ന് വില്ലേജ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലം ആ താമസിക്കുന്ന വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വർഷങ്ങളായി നടന്നു വരികയാണ്. നാളിതുവരെ ആ സ്ഥലം പതിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഏതാണ്ട് 4 കുടുംബങ്ങൾ ഈ 11 സെന്റ് സ്ഥലത്ത് താമസിക്കുകയും അവിടെയുള്ള പൊതുകിണറ് പഞ്ചായത്തിൻ്റെ അധീനതയിൽ സംരക്ഷിച്ചു വരുന്നതുമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി, അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല, പഞ്ചായത്ത് ഭരണസമിതി ഈ തമ്പി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരുവിധ കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിക്കാർഡിക്കലി ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ നീണ്ട കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഫയലുകൾ പഞ്ചായത്തിലുണ്ട്. ആ ഫയലുകൾ എടുത്ത് ഇതിനെതിരെ, തമ്പിയുടെ ഈ നീക്കത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ പുതുപ്പള്ളി പഞ്ചായത്തിന് ഇന്ന് നിലവിലൊരു പൊതുശ്മശാനമില്ല. ആ പൊതുശ്മശാനം സംരക്ഷിച്ചാൽ മുമ്പ് ബഹുമാനപ്പെട്ട സർക്കാർ ഇതുപോലെയുള്ള പൊതുശ്മശാനങ്ങളിൽ സെല്ല് പണിയുന്നതിന് വേണ്ടി ഇലക്ട്രിക് ശവസംസ്കാര കേന്ദ്രമായി ഈ പൊതുശ്മശാനങ്ങളെ മാറ്റുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം ഏതാണ്ട് 20 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് സൂചിപ്പിച്ചിരുന്നത്. അതുപോലെയുള്ള അവസരങ്ങൾ ഇനി മുന്നോട്ട് വരുമ്പോൾ അവിടെ ഇലക്ട്രിക് ശവസംസ്കാര ക്രമീകരണങ്ങൾക്ക് വേണ്ടിയ സംവിധാനമുണ്ടായാൽ ഇന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെ ഒരു ശവം മറവ് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സമീപത്തെ ഒട്ടുമിക്ക വിജയപുരം, മണർകാട് തുടങ്ങിയ പഞ്ചായത്തുകൾക്കൊക്കെ പൊതുശ്മശാനമുണ്ട്. പാമ്പാടിക്കുണ്ട്. മീനടത്തിനും പുതുപ്പള്ളിക്കുമാണ് പൊതുശ്മശാനമില്ലാത്തത്. ഇങ്ങനെ ഒരു പൊതുശ്മശാനമായി അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദേശവാസികളായ അയൽവാസികളോട് ചോദിച്ചാൽ അറിയാം, നാനാജാതി മതസ്ഥരായ ആളുകളെ ഈ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഓർത്തഡോക്സുകാരനായ അപ്പൂട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലും, പുതുപ്പള്ളിയിലെ അപ്പൂട്ടനെ പോലും ഈ പയ്യപ്പാടിയിലെ പൊതുശ്മശാനത്തിലാണ് ശവ സംസ്കാരം നടത്തിയിരിക്കുന്നത്. എനിക്കൊന്ന് അപ്പൂട്ടന്റെ ഏറ്റവും അവസാനം അപ്പൂട്ടനെയാണ് അടക്കിയിരിക്കുന്നത്. അത്തരം ഒരു സമീപനം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് മുൻ ആ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഇതിന്റെ ശ്മശാനം ഇപ്പം പൂട്ടിക്കിടക്കുകയാണ്. അതിന്റെ താക്കോലാണ് തമ്പിയുടെയിലാണ്. തമ്പി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, പഞ്ചായത്തിൽ വന്ന് ബേളം വെക്കുക. അല്ല, ഈ വസ്തു പഞ്ചായത്തിന്റെ പേരിൽ തന്നെ, പഞ്ചായത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ റിക്കാർഡിക്കലി ഇത് ഗവൺമെന്റിന്റെ പൊതു സ്ഥലം എന്നുള്ള രീതിയിലാണ് വില്ലേജിൽ കിടക്കുന്നത്. പഞ്ചായത്തിനോട് ഇതിനെ സംരക്ഷിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ പറയുന്നു. തമ്പി പറയുന്നത് കേരള പുലയർ മഹാജനസഭ. ഈ ശ്മശാനത്തിന്റെ പുറകുവശത്ത് ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒരു സെല്ലും കൂടെ ഉണ്ടല്ലോ, അതറിയാം. അതും കാട് പിടിച്ച് ഇവിടെ 24ഓളം വിവിധ ജാതി മതസ്ഥരുടെ സെല്ലുകൾ അവിടെയുണ്ട്. അവിടെയെല്ലാം ആ ആളുകളെ സ്വന്തമായി വാങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഇത്. പണ്ട് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ്
മൂശാരി എന്ന് പറയുന്ന ഒരാളുടെ അധീനതയിലിരുന്ന സ്ഥലമാണ്. അത് അദ്ദേഹം മരിച്ചതിന് ശേഷം അനന്തരാവകാശികൾ ഇല്ലാതെ വന്നപ്പോൾ ഇത് നിയമപരമായി സർക്കാരിലേക്ക് മുതൽ കൂട്ടിയിട്ടുള്ള വസ്തുവാണ്. ആ വസ്തുവാണ് ഇപ്പം തമ്പി പറയുന്ന കേരള പുലയർ മഹാജനസ്. യാതൊരുവിധ റെക്കോർഡും അവർക്ക് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പമുള്ളതാണ് ഈ 4 കുടുംബങ്ങൾ താമസിക്കുന്ന 11 സെന്റ് സ്ഥലം ഇതിന് തൊട്ട് സമീപമുള്ളൂ. അതെ അതെ. അപ്പൊ ഇതുപോലെ ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വക പൊതു ശ്മശാനം എന്നും പറഞ്ഞ അവിടെ ഒരു വലിയ ബോർഡൊക്കെ നേരത്തെ ആ ബോർഡ് വെച്ചിരുന്നത് എടുത്തു കളഞ്ഞതും ഈ തമ്പിയുടെ അനുചരന്മാരോട് ചേർന്നാണ്. പക്ഷെ അതിനെതിരെ ഇതുവരെ പഞ്ചായത്ത് ഒരു നീക്കവും നീങ്ങുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യാവസ്ഥ. എന്താണ് അതിന്റെ കളികളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാനവിടെ 20 വർഷത്തോളം പഞ്ചായത്തിൽ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ഇരുന്ന കാലത്ത് അവിടെ പൊതുജനങ്ങളെ മറവ് ചെയ്തിട്ടുണ്ട്. ഈ അയൽവക്കത്തുള്ള ആളുകളോട് ചോദിച്ചാലറിയാം. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും മറവ്, ഇവിടെ തന്നെ 100 കണക്കിന് ആളുകളെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മറവ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് പണ്ട് നമ്മുടെ പാലപ്പടിക്കൽ തുരുത്താപ്പാലത്തിന്റെ അവിടെ മണ്ണിടിഞ്ഞ് മരിച്ച 3 വ്യക്തികൾ, ആ 3 വ്യക്തികളെ കൊണ്ടുവന്ന് കലക്ടറുടെ ഉത്തരവ് പ്രകാരം ഇവിടെയാണ് അടക്കേണ്ടത്. ഇടയ്ക്ക് കണ്ട് ഈ അയൽവാസികളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇവിടെ ഇടരുതെന്ന് അങ്ങനെ വല്ലതും പ്രശ്നം ഉണ്ടായി? അത് ഇടരുതെന്നുള്ളതല്ല, അവിടെ സെല്ലില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ശവങ്ങളെ അവിടെ മറവ് ചെയ്യുമ്പോൾ ഇവരെ ചെറിയ കുഴിയെടുത്തിട്ട് ഭൂമിയിലേക്ക് താത്ത കുഴിയെടുക്കാതെ ചെറിയൊരു കുഴിയെടുത്ത് ആരും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് 1.5 അടി 2 അടി താത്ത കുഴിയെടുത്ത് അവിടെ ശവം മറവ് ചെയ്തേച്ചും പോകും. അതിനെതിരെയാണ് പറഞ്ഞല്ലേ? അതാണ്. അല്ലാതെ അവിടെ സെല്ല് വെക്കുന്നതിനോ താത്ത ശവം അടക്കുന്നതിനോ യാതൊരു പരാതിയും പൊതുജനങ്ങൾക്കില്ല. ഞാൻ അതിന്റെ ഏറ്റവും തൊട്ടടുത്ത് താമസിക്കുന്നു. പിന്നെ അതെ അതെ, അതന്നെയല്ല ഓരോ പഞ്ചായത്തിന് സ്ഥലം ഇല്ലാതെ പഞ്ചായത്തിന് നിലവിൽ പൊതുമശാനമില്ല. പട്ടികാരി പട്ടിക മശാനം നമുക്ക് കാഞ്ഞിരത്തമ്മൂടുണ്ട്. അത് പഞ്ചായത്ത് സംരക്ഷിക്കുന്നുണ്ട്. അവിടെ അവരുടെ ശവം മറവ് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങൾക്കാണില്ലാത്തത്. ഇവിടെ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, ഈ കുഴിയെടുത്തൊരു ശവം മറവ് ചെയ്യണമെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. അവിടെ ഒരു സെല്ല് പണിതാൻ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് അതിനുള്ള അവസരമുണ്ട്. സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളെ, പൊതുമശാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഫണ്ട് നൽകുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു സെല്ല് പണിതാൽ ആ സെല്ലിലെ വിജയപുരത്തെയും പാമ്പാടിയിലെയും പഞ്ചായത്തുകൾ ചെയ്തിരിക്കുന്ന പോലെ സെല്ല് പണിത് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയാൽ ശവം കൊണ്ടുവയ്ക്കുന്നതിനും അവർക്ക് ആരാധനാക്രമങ്ങൾ ചെയ്യുന്നതിനും മറവ് ചെയ്യുന്നതിനും സൗകര്യമായിരിക്കും. അത് തന്നെയല്ല, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടികള്, ആ തടികളെ പഞ്ചായത്തിന് വെട്ടിയെടുത്താൽ പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടം. ആ തടി വെട്ടി വിറ്റാൽ തന്നെ അവിടെ സെല്ല്, അതൊക്കെ ലക്ഷങ്ങളുടെ പൈസ കിട്ടും. അതിനാരും ശ്രമിക്കുന്നില്ല. അതെ അതെ, ഇത്രയും സ്ഥലം അധീനപ്പെട്ടു പോവാ. ഇന്നിപ്പോൾ അങ്ങോട്ട് കയറാനൊക്കെ ഇല്ല. പാമ്പ്, ഇവിടുത്തെ ക്ഷുദ്രജീവികള് എല്ലാ ക്ഷുദ്രജീവികളും തന്നെ. തൊഴിലുറപ്പുകാർ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അത് തെളിച്ചുകൊണ്ടിരുന്നതാണ്. പുതുപ്പള്ളി 5-ാം വാർഡിലെ തൊഴിലുറപ്പുകാരോട് ചോദിച്ചാൽ അറിയാം, പഞ്ചായത്ത് തെളിപ്പിച്ച് അവിടെ ശവം മറവ് ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പം പരിസരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇഴജന്തുക്കളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. അയൽവാസികളെ വളരെ ബുദ്ധിമുട്ടുന്നു. ഇഴജന്തുക്കളുടെ ശല്യം കാരണം അവർക്ക് ജീവിക്കാൻ മേലാത്താവും. ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥാനം, 4 സൈഡും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സംരക്ഷിക്കുന്ന മശാനം. അതെ അതെ, അപ്പൊ ഇതിന് മാറ്റം ഉണ്ടാക്കണം. മാറ്റം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ വരുന്ന ഭരണസമിതിയെ കൊണ്ട് ജയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും ഇവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ വരുന്ന തലമുറ ആദ്യം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പൊതുമശാനം ആവശ്യമാണ്. ഇപ്പോൾ തമ്പി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അത് ഹാജരാക്കി കോടതിയുടെ ഉത്തരവോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഉത്തരവോ വാങ്ങി ഇത് അവരുടെ രേഖയില്ല എന്നുള്ളത് 100% തെളിവാണ്. ഇന്ന് വരെ ഒരു രേഖ ഹാജരാക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പിന്നോക്ക ജനവിഭാഗം എന്നുള്ള ഒരു സംരക്ഷണം, SC/ST ആക്ടിനെ ജനങ്ങൾക്ക് പേടിയാണ്. അദ്ദേഹത്തെ മർദ്ദിക്കുകയോ അദ്ദേഹത്തെ എതിർക്കുകയോ ചെയ്താൽ ഉടനെ ജാതിപ്പേര് പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസുകളും മറ്റും ഉണ്ടാകുന്നതിനോട് ആ ഒരു പിൻബലവും അതിനെ പേടിയുള്ള ജനപ്രതിനിധികളും കണ്ണടച്ചിരിക്കും. അതാണ് അതിനകത്ത് യഥാർത്ഥ വസ്തുത. അവർ കണ്ണടയ്ക്കും. കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് കണ്ടാൽ ഇത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും. ഈ ഭരണസമിതി ഇടപെടുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണസമിതി ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊക്കെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങൾ സാബു പാഷയെ
അവിടെ പൊതുജനങ്ങൾക്ക് എതിർപ്പ് വന്നപ്പോൾ അവിടുന്ന് നിമിഷ നേരം കൊണ്ട് സ്ഥലം മാറ്റി വിട്ട വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാനും അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി ജോയ്സ് മാത്യു. അതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണം, അതിനെ ചങ്കുറ്റത്തോടുകൂടി നേരിടണം. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹം അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത്. ആ വ്യക്തിയെ നമ്മൾ കണ്ണടച്ച് മാറ്റണം. സത്യം. ഒരു കാര്യം ഉറപ്പാണ്, ഈ വസ്തുവിന്മേൽ പൂർണ്ണ അധികാരം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് തന്നെയാണ്. കാരണം പഞ്ചായത്തിന്റെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത് ഈ പൊതു ശ്മശാനത്തിന് ചുറ്റുമതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഈ വസ്തു, ഇതിന്റെ മുഴുവൻ പ്രശ്നങ്ങളും മാറ്റി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മുതൽക്കൂട്ടാക്കുവാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ പറമ്പ് വൃത്തിയാക്കി ഒന്നെങ്കിൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടെങ്കിലും ആക്കി കൊടുക്കുക. ഇങ്ങനെ കിടന്ന് നശിക്കുന്നതിനും നല്ലത് അതല്ലേ.